ഹായ് എവരി വൺ, ഞാൻ ഉഷ രഘുനന്ദനൻ. വെൽക്കം ടു മൈ ചാനൽ. +2 മാത്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് മെട്രൈസസ്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ തന്നെ സിമെട്രിക് മെട്രിക്സ് എന്താണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്താണ്, അതേപോലെ തന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രൈസസ് എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ചില റിപ്പീറ്റഡ് ആയിട്ടുള്ള ബോർഡ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കൺസ്ട്രക്ട് എ 2/3 മെട്രിക്സ് A is equal to Aij whose elements are given by Aij equal to 2i plus j. നമുക്ക് ഇവിടെ പറയുന്നത് ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. അതിൻ്റെ ഓർഡർ ഓൾറെഡി തന്നിട്ടുണ്ട്, 2/3 ആണ്. അപ്പോൾ ഓർഡർ 2/3 എന്ന് പറഞ്ഞാൽ 2 റോസും എന്തായിരിക്കണം, 3 കോളംസ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ 2 റോ 3 കോളംസ് പറഞ്ഞെങ്കിൽ A11 അതിൻ്റെ ജനറൽ ഫോം ആദ്യം നമ്മൾ എഴുതുക. കാരണം ഈ ജനറൽ ഫോം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 3 കോളംസ് ആയി, 2 റോസും. അപ്പോൾ A21, A22, A23. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഓർഡറാണ്, 2/3. 2/3 മീൻസ് 2 റോസും 3 കോളംസും ഉള്ള ഒരു ജനറൽ ഫോം നമ്മൾ എഴുതി. ഇനി ഇത് ഒരു ജനറൽ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അതിനുള്ള ഹിൻറ്റ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Aij ഈസ് ഈക്വൽ ടു 2i plus j. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കൊടുക്കും, A11. ആദ്യം നമ്മൾ A11 ഫൈൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ A12, A13. ജനറൽ ഫോമിൽ ആദ്യത്തെ I ആണ്, പിന്നെ J ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 + 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതേപോലെ തന്നെ 2 × 1 + 2 അല്ലേ. I എന്ന് പറയുന്നത് 1 ഉം 2 എന്ന് ഇതാണ് നമ്മുടെ Ij. I എന്ന് പറയുന്നത് 1 ഉം അതേപോലെ തന്നെ J എന്ന് പറയുന്നത് 2 ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. 2 × I1 J എന്താണ്, 3 ആണ്. സോ 5. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്, സെക്കൻഡ് റോ. സെക്കൻഡ് റോ A21, A22, A23. അപ്പോൾ 21 എന്നുള്ളത് I എന്ന് പറയുന്നത് 2 × 2 + J എന്ന് പറയുന്നത് 1. അപ്പോൾ 5 എന്ന് കിട്ടും. 2 എന്നുള്ളത് I2, J2. സോ 6 എന്ന് കിട്ടും. ഈക്വൽ 2 × I എന്ന് പറയുന്നത് 2, J എന്ന് പറയുന്നത് 3. അപ്പോൾ 7. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി, എല്ലാ എലമെൻസും കിട്ടി അല്ലേ. അപ്പോൾ A11 എന്താണ്, 3 ആണ്, 4 ആണ്, 5 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് റോയിൽ നമുക്ക് എന്തോ കിട്ടി, 5 കിട്ടി, 6 കിട്ടി, 7 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സിമ്പിളാണ്. നമുക്ക് ഡയറക്റ്റ് ജനറൽ ഫോം എഴുതിയിട്ട് 2/3 ആണെങ്കിൽ 2/3ൻ്റെ ജനറൽ ഫോം എഴുതുക, 1/3 ആണെങ്കിൽ 1/3ൻ്റെ എഴുതുക. എന്നിട്ട് അത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് A² ഫോർ ദ മെട്രിക്സ് A ഗീവൻ ബിലോ. ഇതും ചോദിച്ചിട്ടുണ്ട് അല്ലേ, ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ചോദിക്കാറുണ്ട്. A² എന്ന് പറഞ്ഞാൽ A × A അല്ലേ. A² എന്ന് പറഞ്ഞാൽ A × A. അപ്പോൾ A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചു വെക്കണം, ഇവിടെ 2 മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ മെട്രിക്സ് A എന്ന് പറയുന്നത് 1, 3, 2, 0 ആണ്. നമുക്ക് കാണേണ്ടത് ഇവിടെ A² ആണ്. A² മീൻസ് A × A. A നമ്മൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യും. 1, 3, 2, 0. എങ്ങനെയാണ് 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് റോ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക, A² ഈസ് ഈക്വൽ ടു എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ 1 × 1, 1 + 3 × 2, 6. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 1 × 3, 3, 3 × 0, 0. നെക്സ്റ്റ് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ 2 × 1, 2 + 0 × 2, 0. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അപ്പോൾ 2 × 3, 6, 6 + 0. അപ്പോൾ ഇവിടെ A² നമുക്ക് എന്ത് കിട്ടി, 7, 3, 2, 6. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ, എക്സ്പ്രസ് ദ മെട്രിക്സ് A as the sum of symmetric and skew symmetric matrix. ഇവിടെ പറയുന്നത് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും
ഇതിൽ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് ഇത് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിലൊരു ഫോം എ എന്ന് പറയുന്നത് എന്താണ്, എ പ്ലസ് എ ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ 2 എന്ന് വെച്ചാൽ എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ഹാഫും അതേപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസിന്റെ ഹാഫും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. അതാണ് ഇതിന്റെ ഫോം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഈക്വൽ ടു എ ഡാഷ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു നെഗറ്റീവ് എ ഡാഷ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യണം. എന്ന് വെച്ചാൽ എ പ്ലസ് എ ഡാഷ് കണ്ടിട്ട് അതിനെ ഹാഫ് പകുതി ആക്കിയാലും അതേപോലെ തന്നെ എ മൈനസ് എ ഡാഷ് കണ്ടിട്ട് അതിനെ ഹാഫ് ആക്കിയിട്ട് ആഡ് ചെയ്താൽ ദ മെട്രിക്സ് ഇറ്റ്സെൽഫ് നമുക്ക് എന്താണ്, തിരിച്ച് ആ ഒരു മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എ ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്, ഒന്നും കൂടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം. എ ഈസ് 2 -2 -4 അതേപോലെ തന്നെ -1 3 4 1 -2 -3. ഇനി അതിൻ്റെ എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, ഇന്റർചേഞ്ച് ഓഫ് റോസ് ആൻഡ് കോളംസ് അല്ലേ. അപ്പോഴാണ് റോസ് കോളംസും കോളംസ് റോസും ആകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എന്ത് എ ഡാഷ് കിട്ടുക. എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ഞാൻ എന്താക്കി മാറ്റി, ഫസ്റ്റ് കോളം ആക്കി മാറ്റി. അതേപോലെ തന്നെ സെക്കൻഡ് റോ എന്താക്കി, സെക്കൻഡ് കോളമായി. തേർഡ് റോ എന്തായി, തേർഡ് കോളമായി. അപ്പോൾ നമുക്ക് എ ഡാഷ് കിട്ടി. ഇനി എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടത്, എ പ്ലസ് എ ഡാഷ് കാണണം അല്ലേ. എ പ്ലസ് എ ഡാഷ് കാണാൻ എ പ്ലസ് എ ഡാഷ് രണ്ടും കൂടിയും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഹാഫും കൂടിയും ചെയ്യണം. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്കതിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ഒരു എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാം. 2 + 2 എന്താണ്, 4 അല്ലേ. 2 + 2 എന്താണ്, 4 ഡിവൈഡഡ് ബൈ 2. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്, -2 -1 -3/2 -4 + 1 -3/2. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി -1 -2 -3/2 3 + 3 6/2. എല്ലാ എലമെൻസും എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിനിവിടെ എഴുതാം. ഓക്കെ, ആഡ് ചെയ്തിട്ട് ഹാഫ് ആക്കുക. 4 - 2 രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 2. 1 - 4 1 + -4 ആണ്. അപ്പോൾ -3/2. 2 + 4 അങ്ങനെ 2/2 -3 -6/2 ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ അതേപോലെ തന്നെ നമുക്ക് എന്തുകൂടി ഫൈൻഡ് ചെയ്യണം, a മൈനസ് a ഡാഷ് ബൈ 2 കൂടി ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഇതുവരെ നമ്മൾ എന്ത് ചെയ്ത് ആഡ് ചെയ്യുക, രണ്ട് കോറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്തു. ഇനി രണ്ട് കോറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ത് ചെയ്യണം, നമ്മളൊന്ന് സബ്ട്രാക്ട് ചെയ്യുക. 2 - 2 0 0/2 -2 -1 -1/2. പിന്നെ അതേപോലെ തന്നെ -4 -1 -5/2. ഓക്കെ, രണ്ടും കൂടി മൈനസ് ചെയ്തതാണ്. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് റോ -1 -2 അപ്പോൾ എന്ത് വരും, +1 1/2. നെക്സ്റ്റ് 0/2 ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് വരിക 4 -2 ദാറ്റ് ഈസ് 6/2. ഇനി ഇവിടെ നെക്സ്റ്റ് 5/2. നെക്സ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ -6/2. അതേപോലെ തന്നെ ഇത് 0/2. 0/2 നമുക്ക് 0 എഴുതിയാൽ മതി. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിന് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. കാരണം ചിലതൊക്കെ ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് തന്നെ എഴുതാം. 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. -3/2 -3/2. നെക്സ്റ്റ് -3/2. ഇവിടെ വെറും 3, ഇവിടെ 1, ഇവിടെ -3/2. ദിസ് ഈസ് 1 -3 അല്ലേ. ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇവിടെയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ സംഖ്യ നമുക്ക് എഴുതാം. 0 ഡിവൈഡഡ് ബൈ 2 0 -1/2 -5/2 1/2 0
3 5/2 -3 0. ഇനി ഇത് രണ്ടും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ? നമുക്ക് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 + 0 2, -3/2 + -1/2 -4/2. ഇത് രണ്ടും ആഡ് ചെയ്താൽ -8/2. ഓക്കെ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് റോ ആണ് അപ്പം നമ്മൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് സെക്കൻഡ് റോയും കൂടി ആഡ് ചെയ്യാനുണ്ട്. സെക്കൻഡ് റോ തേർഡ് റോ രണ്ടും ആഡ് ചെയ്യണം. ഇവിടെ -3/2 + 1/2 -2/2. പിന്നെ ഇവിടെ 3 + 0 3, ഇവിടെ 4, ഇവിടെ 2/2, ഇവിടെ ആഡ് ചെയ്താൽ -2, അതേപോലെ തന്നെ ഇവിടെ -3 എന്ന് കിട്ടും. ഇനി ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാനുള്ളത് മാത്രം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 2 -2 -4. ഓക്കെ, ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ -1 3 4, ഇവിടെ 1 -2 -3 ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ ആഡ് ചെയ്തത് കിട്ടിയത് എന്താണ്? നമ്മൾ തന്ന മെട്രിക്സ് തന്നെയാണോ എന്നുള്ളത്. ഇപ്പോൾ തന്ന മെട്രിക്സ് നമ്മൾ എന്താണ് ഇവിടെ നോക്കി നോക്കൂ. 2 -2 -4 ആണ് നമ്മളുടെ ഫസ്റ്റ് റോ. 2 -2 -4 കിട്ടിയോ? സെക്കൻഡ് റോ -1 3 4 ആണ്. ഇവിടെ നമുക്ക് -1 3 4 കിട്ടിയോ? ഇവിടെ നെക്സ്റ്റ് 1 -2 -3 ആണ്. 1 -2 -3. അപ്പം നമുക്ക് നമ്മൾ തന്ന മെട്രിക്സ് നമുക്ക് എന്താണ് തിരിച്ച് കിട്ടി. ഓക്കെ, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എന്തായാലും എക്സാമിന് ഷുവറാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് ഗീവൻ ബിലോ ഷോ ദാറ്റ് a² - 5a + 7i = 0. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഒരു ഇക്വേഷൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടണ മെട്രിക്സിൻ്റെ വാല്യൂ എന്താണ്? 0 ആയിരിക്കുന്ന. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? a² തന്നെ കാണണം അല്ലേ? ആദ്യം a² കാണണം. a² കാണണമെങ്കിൽ 3 1 -1 2 ആണ് നമ്മളുടെ a. വീണ്ടും a കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 1 -1 2. ഇനി നമുക്ക് a² എത്ര കിട്ടി നോക്കാം. അപ്പോൾ a² എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? അപ്പോൾ 9 - 1, ഇവിടെ 3 + 2, നെക്സ്റ്റ് -3 -2 -1 + 4. അപ്പോൾ നമുക്ക് a² എന്ത് കിട്ടി? 8 5 -5 3. മൾട്ടിപ്ലൈ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഈ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫസ്റ്റ് റോനെ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ തന്നെ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളമായിട്ട് ചെയ്തു. അതേപോലെ തന്നെ സെക്കൻഡ് റോനെ സെക്കൻഡ് കോളമായിട്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി a² കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? -5a അല്ലേ? അപ്പോൾ a തന്നെ നമുക്ക് എന്ത് വേണം? -5a കാണണം. അപ്പോൾ 5a ആദ്യം കാണാം നമുക്ക്. 5 × a എന്ന് പറഞ്ഞാൽ a എന്നുള്ള മെട്രിക്സിനൊക്കെ എന്ത് ചെയ്യണം? എല്ലാ എലമെൻസിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 5 15, 1 × 5 5, -1 × 5 -5, 2 × 5 10. അപ്പം നമുക്ക് 5a കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്? 7i കാണണം അല്ലേ? ക്വസ്റ്റ്യനിൽ 7i ഉണ്ട്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 0 0 1 ആണ് അല്ലേ? അപ്പോൾ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ 7ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആ 1 ഉള്ളിടത്ത് എന്തായി മാറും? 7i മാറും. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇതിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് ഇവിടെ കാണേണ്ടത്? a² - 5a + 7iയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുക വാല്യൂ ഒക്കെ കൊടുക്കാം. a² എന്ന് പറഞ്ഞാൽ എന്താണ്? 8 5 -5 3. ഇതാണ് നമ്മളുടെ a². -5a പറഞ്ഞിട്ടുണ്ട് അല്ലേ? -5a എന്താണ്? 15 5 -5 10. ഓക്കെ, പിന്നെ +7i പറയുന്നുണ്ട്. 7i നമ്മളുടെ എന്താണ്? 7 0 0 7. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി നോക്കൂ. 8 - 15 + 7. അപ്പോൾ 8 + 7 15, 15 - 15 എന്താണ്? 0.
5 minus 5 0, 0 plus 0 0. Next minus 5 plus 5 0. പിന്നെ എന്താണ് 3 minus 10 minus 7, minus 7 plus 7 0 കിട്ടുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സിമ്പിളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് മെട്രൈസസ് എക്സ് ആൻഡ് വൈ such that x plus y is already given. അതേപോലെ തന്നെ x minus y തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ഇക്വേഷൻ ഇങ്ങനെയൊക്കെ സോൾവ് ചെയ്തിരുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സംതിങ്, എക്സ് മൈനസ് വൈ ഈക്വൽ ടു സംതിങ് ആവുമ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യും, വൈ എലിമിനേറ്റ് ചെയ്ത് പോവും അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ എക്സ് പ്ലസ് വൈ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എക്സ് മൈനസ് വൈ ഈസ് ഓൾസോ ഗീവൻ സം മെട്രിക്സ്. അപ്പം നമ്മൾ രണ്ട് മെട്രിക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x ഈസ് ഈക്വൽ ടു അഡീഷൻ ഓഫ് ബോത്ത് ദ മെട്രിക്സ്. രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കൊറസ്പോണ്ടിങ് വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. 7 plus 3 10, 0 plus 0 0, 2 plus 0 2, 5 plus 3 8. അപ്പോൾ നമുക്ക് ഇവിടെ 2xൻ്റെ വാല്യൂ രണ്ടും കൂടി കൂട്ടിയപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ 2x ഇതാണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഓരോ എലമെൻറ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 2 divided by 2, 8 divided by 2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 5 0 1 4 എന്ന് കിട്ടി. ഇതാണ് നമുക്ക് എക്സ് കിട്ടി. ഇനി എക്സ് മാത്രം കണ്ടാൽ മതിയോ? അല്ല, വൈയും കൂടി കാണണം. അപ്പോൾ നമ്മൾ സൈമൾട്ടേനിയസ്ലി സോൾവ് ചെയ്യുമ്പോൾ ഇക്വേഷനിൽ എങ്ങനെ നമ്മൾ വൈ കണ്ടെത്തിയിരുന്നത്? എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ? വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത് 7 0 2 5 ആണ് അല്ലേ? അതിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്താണ്? ഇതാണ് 5 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 5 0 1 4 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7 0 2 5 അല്ലേ? ഇങ്ങനെയാണ്. അപ്പോൾ വൈ ഇവിടുന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? y is equal to 7 0 2 5 minus 5 0 1 4. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്തായി? 2 0 1 1. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇതും കിട്ടി, വൈൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഫോർ മെട്രിസസ് എ ആൻഡ് ബി ഗീവൻ ബിലോ വെരിഫൈ ദ ട്രാൻസ്പോസ് ഓഫ് ദ പ്രൊഡക്റ്റ് എ ബി ഈക്വൽസ് ബി ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ബൈ എ ട്രാൻസ്പോസ്. വെരിഫൈ ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യണം. എന്തിനെ വെരിഫൈ ചെയ്യണം? എ ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഈ എ ഇൻറ്റു ബി ട്രാൻസ്പോസ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം? ആദ്യം എ ഇൻറ്റു ബി കാണണം, വേണ്ടേ? അപ്പോൾ രണ്ട് മെട്രിക്സും തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഇത് എന്താണ് ഓർഡർ? 2/3 ആണ് ഓർഡർ. ഇവിടെ 3/2 ആണ് ഓർഡർ. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് എന്തായിരിക്കും? 2/2 ആണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1 + 6 + 15. അടുത്ത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 2 + 8 + 18. നെക്സ്റ്റ് 4 + 15 + 30. സെക്കൻഡ് റോ സെക്കൻഡ് കോളം 8 + 20 + 36. ഇതാണ് നമ്മളുടെ എ ഇൻറ്റു ബി. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 22. 10 + 18 28. പിന്നെ 19 49 44 64. ഇങ്ങനെ കിട്ടും. ഇത് നമ്മളുടെ എ ഇൻറ്റു ബി ആണ്. ഓക്കെ, ഇനി എ ഇൻറ്റു ബീൻ്റെ ട്രാൻസ്പോസ് എടുത്താലോ? നമുക്കതാണല്ലോ വേണ്ടത്. എ ഇൻറ്റു ബി അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർചേഞ്ച് ഓഫ് റോസ് ആൻഡ് കോളംസ്. അപ്പോൾ എന്ത് കിട്ടും? 22 28
49 64. അതവിടെ നിൽക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്? എ ഇൻറ്റു ബി ട്രാൻസ്പോസ് കിട്ടി. ഇനി ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അപ്പോൾ ബി ട്രാൻസ്പോസ് ആദ്യം എടുക്കണം. ബി ട്രാൻസ്പോസ് 1 2 3 4. അപ്പോൾ ഇതെന്തായി മാറും? ഇപ്പോൾ ബി എന്ന് പറയുന്നത് 1 2 3 4 5 6 ആണ്. ഇതാണ് നമ്മളുടെ മെട്രിക്സ്. അപ്പോൾ റോ കോളം ആവും, കോളം എന്തായിരിക്കും? റോ ആയി മാറും. ഓക്കെ, ഫസ്റ്റ് റോ എന്തായി മാറും? അപ്പോൾ ബി ഡാഷ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഇങ്ങനെയാവും, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ ഇങ്ങനെയും മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ബി ഡാഷ് എഴുതി വയ്ക്കാം. 1 2 3 4 ബി ഡാഷ് 1 2 3 4 5 6. അപ്പോൾ ബി ഡാഷ് നമുക്ക് ഇങ്ങനെ കിട്ടി. അതേപോലെ തന്നെ ഇനി നമുക്ക് എ ഡാഷും കാണണം. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ പറയുന്നത്. അപ്പോൾ എ ഡാഷ് നമുക്ക് റോ കോളം ആവുമ്പോൾ എന്ത് കിട്ടും? 1 2 3 4 5 6 എന്ന് കിട്ടും. അപ്പോൾ 1 2 3 4 5 6 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. ബി ഡാഷും എ ഡാഷും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ബി ഹോൾ ഡാഷിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മുടെ ബി ഡാഷ് ഇതാണ്. ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1 + 6 + 15 അല്ലേ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളമായി 4 + 15 + 30. നെക്സ്റ്റ് 2 + 8 + 18, 8 + 20 + 36. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 7 22 19 49. നെക്സ്റ്റ് 10 28 44 64. ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കി നോക്കൂ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈക്വൽ അല്ലേ എന്നുള്ളത്. അപ്പോൾ എ ബി ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. നന്നായിട്ട് ചെയ്യാൻ പറ്റും, കാരണം കാൽക്കുലേഷൻ കുറവാണ്. അതേപോലെ തന്നെ കുറച്ച് ശ്രദ്ധ മതി. വലിയ ഒരു നമുക്ക് ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് കിട്ടും. താങ്ക് യു.